Welcome all. I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. Today's session we are trying to discuss about the fourth special case of assignment problem, that is restriction on assignments or prohibited routes. എന്താണ് പ്രൊഹിബിറ്റഡ് റൂട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ചില കേസുകളിൽ നമ്മൾ പറഞ്ഞ അസൈൻമെന്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ജോബിനെ ഒരു വർക്കറിന് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു അല്ലേ, ആ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആ പ്രൊസീജിയറിനാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിന്, കഴിഞ്ഞ സെഷനത്തെ പറഞ്ഞ പ്രോബ്ലത്തിനാണെങ്കിൽ ഒരു വർക്കറിലെ ഒരു കോൺട്രാക്ടർ റോഡ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സെയിൽസ്മെൻ റൂട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസൈൻമെന്റ് പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ജോലി ഒരാളെ ഏൽപ്പിക്കുന്ന, അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്ന അസൈൻമെന്റ് പ്രോബ്ലത്തിൽ അല്ലേ. അത് ആ അസൈൻമെന്റ് എപ്രകാരമാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ അസൈൻമെന്റ് പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില കേസുകളിൽ ചില പെർട്ടിക്കുലർ ജോബ്സ് ചില വർക്കേഴ്സിനെ ഏൽപ്പിക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് വരാം അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള അലോട്ട്മെന്റ് ആണെങ്കിൽ, ഇപ്പോൾ ചില പ്രോഗ്രാംസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ചിലർക്ക് ചില ടൈപ്പ് പ്രോബ്ലം, അരിത്തമെറ്റിക് ടൈപ്പ് പ്രോഗ്രാംസ് ചെയ്യാനായിട്ട് എന്തായിരിക്കും കുറച്ച് എബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സാധാ ടൈപ്പ് പ്രോഗ്രാം അലോട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഇൻകൺവീനിയൻ്റ് ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഓരോ കേസുകൾ പറയുന്നത് സെയിൽസ്മെൻ റൂട്ട് അലോട്ട് ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചില സെയിൽസ്മെനുമായിട്ട് വലിയ പരിചയം കാണത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ റൂട്ട് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് പറയും, സെയിൽസ് കുറയും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചില കേസുകളിൽ ചില ജോബ്സ് നമുക്ക് ചില വർക്കേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അലോട്ട് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അപ്പോൾ അവിടെ നമുക്ക് പറയാം ഇന്ന ആൾക്ക് ഇന്ന ജോബ് എന്ത് ചെയ്യാൻ പറ്റില്ല, അസൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തുകൊണ്ടൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് അസൈൻമെൻറ്റിനകത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു മെഷീന് ഒരു മെഷീൻ്റെ വർക്കിംഗ് ഒരു പെർട്ടിക്കുലർ വർക്കറിന് അറിയത്തില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ മെഷീൻ്റെ വർക്കിംഗ് അറിയത്തില്ലെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷീൻ അയാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ പെർട്ടിക്കുലർ ജോബ്സ് പെർട്ടിക്കുലർ വർക്കേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അലോട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള എക്സ്ട്രാ കണ്ടീഷൻ, എക്സ്ട്രാ റെസ്ട്രിക്ഷൻസ് ഒരു പ്രോബ്ലത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ, അസൈൻമെന്റ് പ്രോബ്ലത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദർ എക്സിസ്റ്റ് റെസ്ട്രിക്ഷൻസ് ഓൺ അസൈൻമെന്റ് പ്രോബ്ലം ഓർ they can be also called as the prohibited routes. അവിടെ ചില പ്രൊഹിബിഷൻസ് ഉണ്ട്, ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ റെസ്ട്രിക്ഷൻസ് വരികയാണെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ആ റെസ്ട്രിക്ഷൻസ് എവിടെയാണോ വരുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് അസൈൻമെന്റ് വേണ്ട അല്ലേ. അപ്പോൾ ആ അസൈൻമെന്റ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. അവിടെ കോസ്റ്റ് ഓഫ് അസൈൻമെന്റ് ഇൻഫിനിറ്റി ആക്കിക്കൊടുക്കും. വെരി ലാർജ് ഒരു ക്വാണ്ടിറ്റി, ഇൻഫിനിറ്റി അല്ലെങ്കിൽ വലിയൊരു ക്വാണ്ടിറ്റിയാണ്. കോസ്റ്റ് ഓഫ് അസൈൻമെന്റ് കോസ്റ്റ് ഓഫ് അസൈൻമെന്റ് മിനിമൈസ് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് അസൈൻമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾക്ക് ആ റൂട്ട് അല്ലെങ്കിൽ ആ ഒരു വർക്ക്, ആ ജോബ് ആ വർക്കിന് അലോട്ട് ചെയ്യണം എന്നില്ല, ചെയ്യണ്ട. അപ്പോൾ ആ ചെയ്യണ്ട എന്നുള്ള ആ എക്സ്ട്രാ കണ്ടീഷൻ നമ്മൾ എങ്ങനെ അലോട്ട് ചെയ്യുന്നത്, അവിടുത്തെ കോസ്റ്റ് ഓഫ് അസൈൻമെന്റ് മാക്സിമം ആക്കി അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആക്കി എടുത്ത് വെരി ലാർജ് ഒരു ക്വാണ്ടിറ്റി ആക്കി നമ്മൾ കൊടുത്തതിന് ശേഷം, അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ആ കോസ്റ്റ് ഓഫ് അസൈൻമെന്റ് അത്രയും കൂടുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ആ അലോട്ട്മെന്റ് അല്ലെങ്കിൽ ആ അസൈൻമെന്റ് നമ്മൾ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും, അവോയ്ഡ് ചെയ്യും. മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ആ അസൈൻമെന്റ്സിലുള്ള റെസ്ട്രിക്ഷൻസിനെ നമുക്ക് ഒഴിവാക്കി ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മൾ എപ്രകാരമാണ് ആ ക്വസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്രകാരം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനകത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു എക്സാമ്പിളിലേക്ക് നോക്കാം. In a modification of a plant layout of a factory, 4 new machines M1, M2, M3 and M4 are to be installed in a machine shop. There are 5 vacant places A, B, C, D and E available. Because of limited space, M2 can't be placed at C and M3 can't be placed at A. The cost of locating a machine at a place is as follows. Find the optimal assignment schedule. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു പ്ലാന്റിൻ്റെ മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് മെഷീൻസിനൊക്കെ ഒന്ന് മാറ്റി റീപ്ലേസ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മെഷീൻസ് ആണ് ഷോപ്പിലുള്ളത്, M1, M2, M3 ആൻഡ് M4. ഈ മെഷീൻസ് പ്ലേസ് ചെയ്യാനായിട്ട് 5 വേക്കൻറ്റ് പ്ലേസസും കൊടുത്തിട്ടുണ്ട്, A, B, C, D ആൻഡ് E അല്ലേ. എന്താ പറഞ്ഞേക്കുന്നത്, ഇവിടെ ഈ മെഷീൻ ഹിയർ ബിക്കോസ് ഓഫ് ദ ലിമിറ്റഡ് സ്പേസിന്റെ ലിമിറ്റേഷൻ കൊണ്ട് M2 കാൺ ബി പ്ലേസ്ഡ് അറ്റ് C. M2 എന്ന് പറയുന്ന മെഷീൻ ഇവിടെ വെക്കാൻ പറ്റില്ല, C എന്ന് പറയുന്ന കറസ്പോണ്ടിങ് വേക്കൻറ്റ് സ്പേസിൽ വെക്കാനായിട്ട് അത് കൊള്ളത്തില്ല, എന്താണ് ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ. സിമിലർലി M3 കാൺ ബി പ്ലേസ്ഡ് അറ്റ് A. അതുകൊണ്ട് എന്താ നിൽക്കുന്നത്, M2
കാൺ ബി പ്ലേസ്ഡ് സി ആയതുകൊണ്ട് അവിടെ എന്ത് വന്നിരിക്കുന്നത്, അവിടെ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ലൊക്കേറ്റിംഗ് മെഷീൻ എന്ത് വന്നിരിക്കുന്നത്, നില്ലായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ നില്ലോട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇറ്റ് റെപ്രസെൻറ്റ്സ് എയ്തർ ഇൻഫിനിറ്റി, നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എ വെരി ലാർജ് ക്വാണ്ടിറ്റി എം ആയിട്ട് നമുക്ക് എടുക്കാം. അത് കോസ്റ്റ് ഓഫ് അസൈൻമെന്റ് മാക്സിമം ആക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് അവിടെ ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ആ കോസ്റ്റ് ഓഫ് അസൈൻമെന്റ് ഒരു വെരി ലാർജ് ക്വാണ്ടിറ്റി എന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, എം എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റെപ്രസെന്റ് ചെയ്യും. സോ ഈ രണ്ട് ലിമിറ്റേഷൻസ് റെസ്ട്രിക്ഷൻസ് കൊണ്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസൈൻമെന്റ് പ്രോബ്ലത്തിന്റെ അസൈൻമെന്റ് ഷെഡ്യൂൾ നമുക്ക് എപ്രകാരം ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്, 4 മെഷീൻസും ഉണ്ട്, 5 പ്ലേസസും ഉണ്ട് അല്ലേ. 4 മെഷീൻസും 5 പ്ലേസും, നമ്പർ ഓഫ് റോസ് 4ഉം നമ്പർ ഓഫ് കോളംസ് 5 ആണ്. Therefore the resultant problem is an unbalanced assignment problem ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലത്തിന് ഒരു ബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം ആക്കി നമ്മൾ മാറ്റി എഴുതണം. സോ നമ്മളുടെ 4 മെഷീൻസും 5 പ്ലേസസുമാണ് ഉണ്ടായിരുന്നത്. ഓരോ പ്ലേസിലും ഓരോ മെഷീൻ പ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് എത്രയൊക്കെ തന്നിരിക്കുന്നത്, ഫസ്റ്റ് മെഷീൻ 9, 11, 15, 10, 11. സെക്കൻഡ് മെഷീൻ 12, 9, M, 10, 9. തേർഡ് മെഷീൻ M, 11, 14, 11, 7. And for fourth machine 14, 8, 12, 7 and 8. അപ്പോൾ ഇവിടെ 4 റോസേ ഉള്ളൂ, 5 കോളംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡമ്മി റോയെ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യണം വിത്ത് ദ കോസ്റ്റ് ഓഫ് അസൈൻമെന്റ് ആസ് 0. ഇൻസേർട്ട് ചെയ്തല്ലോ. ഇൻസേർട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മളുടെ അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം എന്തായിട്ട് മാറി, ഒരു ബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം ആയിട്ട് മാറി. ഹെൻസ് വി ക്യാൻ യൂസ് അവർ ഹംഗറിൻ മെത്തേഡ്. ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഹംഗറിൻ മെത്തേഡ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇവിടെ നമുക്ക് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. സോ സബ്ട്രാക്ടിങ് എലോങ് ദ റോസ്, സബ്ട്രാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് റോയിൽ സ്മോളസ്റ്റ് എലമെന്റ് ഇസ് 9. Therefore 0, 2, 6, 1, 2. സെക്കൻഡ് റോ ദ സ്മോളസ്റ്റ് എലമെന്റ് ഇസ് M എന്ന് പറയുന്ന വെരി ലാർജ് ക്വാണ്ടിറ്റി ആണ്. സോ എമ്മിന് നമ്മൾ എപ്പോഴും എന്തായിട്ട് തന്നെ പ്ലേസ് ചെയ്താൽ മതി, M ആയിട്ട് തന്നെ പ്ലേസ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് റോ ദ സ്മോളസ്റ്റ് എലമെന്റ് ഇസ് 9. അഗെയിൻ 3, 0. M വളരെ ലാർജ് ഒരു ക്വാണ്ടിറ്റി ആണ്. എവിടെ M ആയിട്ടുള്ള സബ്ട്രാക്ഷനോ അഡീഷനോ ആവുന്നെങ്കിൽ അവിടെ എന്ത് തന്നെ റീപ്ലേസ് ചെയ്താൽ മതി, M തന്നെ റീപ്ലേസ് ചെയ്യണം. വെരി ലാർജ് ഒരു ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു സംഖ്യയെ കുറയ്ക്കുന്നതും ഇൻഫിനിറ്റിയോട് കൂടുതൽ സംഖ്യയെ കൂട്ടുന്നതും എന്താണ്, ഇറ്റ് ഓൾവേസ് റിസൾട്ട്സ് ഇൻ ഇൻഫിനിറ്റി ഇറ്റ്സെൽഫ്. സോ അഗെയിൻ 1, 0. Then the third column, so the third row, the smallest value is 7. So M, 4, 7, 4, 0. For the fourth row, the smallest value is 8. So 6, so 7. Smallest value is 7. Therefore 7, 1, 5, 1, 5, 0, 1. For the fifth row, it is 0. Again, എല്ലാം കോളം വൈസ് നോക്കുവാണെങ്കിൽ എല്ലാ കോളത്തിനകത്തും എന്തുണ്ട്, 0യുടെ എക്സിസ്റ്റൻസ് ഉണ്ട്. തർഫം എന്ത് ചെയ്യാം, നമുക്ക് ആ കോളംസിനകത്ത് സബ്ട്രാക്ഷൻ വരുമ്പോഴത്തേക്കും വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, ടാർഗറ്റിംഗ് പ്രൊസീജിയർ തുടങ്ങുന്നു. തർഫം അനാലിസിസ് ഓഫ് അസൈൻമെന്റ്സ്. ഫസ്റ്റ് റോയിൽ 1, 0. Therefore targeting that one and crossing the other. Second row 2 zeros ഉണ്ട്. തേർഡ് റോയിലും only 1, 0. അതിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു, സ്ക്വയർ ബോക്സിലാക്കി. ബാക്കി എല്ലാത്തിനെ നമ്മൾ എന്ത് ചെയ്തു, ക്രോസ് ചെയ്തു. തേർഡ് റോയിൽ ഒറ്റ 0 ഉള്ളൂ, മറ്റുള്ള ആ കോളത്തിലെ മറ്റേ 0 നമ്മൾ ക്രോസ് ചെയ്തു. ഫോർത്ത് റോയിൽ 2 0 എന്ത് ചെയ്തു, സ്കിപ്പ് ചെയ്തു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് റോയിൽ 2 zeros ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു, അതിനെ നമ്മൾ സ്കിപ്പ് ചെയ്തു. അഗെയിൻ ഫസ്റ്റ് കോളത്തിൽ ഓൾറെഡി അസൈൻഡ് ആണ്. സെക്കൻഡ് കോളത്തിൽ 2 zeros ഉണ്ട്, അപ്പോൾ സ്കിപ്പ് ചെയ്ത്. തേർഡ് കോളത്തിൽ ഒറ്റ 0 ഉള്ളൂ. അഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, ടാർഗറ്റ് ചെയ്തു, ക്രോസ് ചെയ്തു. ഫോർത്ത് കോളം ആൻഡ് ഫിഫ്ത്ത് കോളം.
അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സിംഗിൾ സീറോ ഇനി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഒന്നും കൂടെ എന്ത് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് കോളത്തിലൂടെ അസൈൻമെൻറ്റ് വന്നു, സെക്കൻഡ് കോളത്തിൽ എന്താണ്, സോറി ഫസ്റ്റ് റോയിൽ ഓൾറെഡി അസൈൻമെൻറ്റ് വന്നു, സെക്കൻഡ് റോയിൽ എന്താണ് സിംഗിൾ സീറോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫയൽ നമ്മൾ എന്ത് ചെയ്തു, ടാർഗറ്റ് ചെയ്തു അല്ലെങ്കിൽ അസൈൻ ചെയ്തു. തേർഡ് റോയിൽ ഓൾറെഡി അസൈൻമെൻറ്റ് വന്നിട്ടുണ്ട്, ഫോർത്ത് റോയിലുണ്ട്, ഫിഫ്ത്ത് റോയിലുണ്ട്. സോ സിംഗിൾ സീറോയുടെ കേസ് കഴിഞ്ഞു. അതിനോട് കൂടെ തന്നെ എന്തും തീർന്നു, നമ്മളുടെ ഹംഗറിയൻ പ്രൊസീജിയറും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പറയാം. കാരണം എന്തുകൊണ്ടാണ്, ഹിയർ ദ അസൈൻഡ് നമ്പർ ഓഫ് സീറോസ് ഈസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഹംഗറിയൻ പ്രൊസീജിയർ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഇവിടെ നമ്പർ ഓഫ് റോസും 5 ആണ്, നമ്പർ ഓഫ് കോളംസും 5 ആണ്, ആൻഡ് ഓൾസോ നമ്പർ ഓഫ് അസൈൻഡ് സീറോസും 5 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹംഗറിയൻ മെത്തേഡ് നമുക്ക് ക്ലോസ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ഈ ഓരോ മെഷീൻസ്, എത്ര മെഷീൻസ് ഉണ്ടായിരുന്നു, 4 മെഷീൻസ് ഉണ്ടായിരുന്നു. M1, M2, M3 ആൻഡ് M4 ആൻഡ് 5 പൊസിഷൻസും ഉണ്ടായിരുന്നു. സോറി, ഇവിടെ നമുക്ക് M5 കൂടെ വരും അല്ലേ, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് M5. ഇപ്പോൾ M5ന് ഇമ്പോർട്ടൻസ് ഇല്ല, അങ്ങോട്ട് മെഷീൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വലിയതായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം, നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടി അങ്ങ് എഴുതുന്നേ ഉള്ളൂ. സോ M1 ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ the position A, M2 can be placed in the position B, M3 can be placed in the position E, M4 can be placed in the position D, and M5 can be placed in the position C. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, സി എന്ന് പറയുന്ന പൊസിഷൻ എന്തായിരിക്കും, വേക്കൻ്റ് ആയിരിക്കും, സിൻസ് ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ മെഷീൻ കോൾഡ് M5. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ചില കണ്ടീഷൻസ്, ചില റെസ്ട്രിക്ഷൻസ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ തന്നിരുന്നു. ആ റെസ്ട്രിക്ഷൻസിനെ ഒബേ ചെയ്തുകൊണ്ട് തന്നെ ആ പൊസിഷൻ നമുക്ക് എന്ത് എടുത്തു, അവിടെ ആ പൊസിഷൻ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് അസൈൻമെൻറ്റ് എ വെരി ലാർജ് ക്വാണ്ടിറ്റി ക്യാപിറ്റൽ M നമ്മൾ അസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, സാധാരണ ഹംഗറിയൻ മെത്തേഡ് ഉപയോഗിച്ച പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാവും, ഒരിക്കലും M ഇവിടെ വരില്ല. M എന്ന് പറയുന്ന ആ പൊസിഷൻ ഒരിക്കലും അസൈൻ അതിരിക്കും നമുക്ക് 0 ആക്കി മാറ്റാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ പൊസിഷൻസ് അതേപടി തന്നെ കിടക്കും. അവിടെ എന്തുണ്ട്, ആ റെസ്ട്രിക്ഷൻസ് അവിടെ ഒബേ ചെയ്യും, ആ പൊസിഷൻ അതേപടി തന്നെ കിടക്കും. ബാക്കിയുള്ള പൊസിഷൻസിലായിരിക്കും എന്ത് വരുന്ന 0യുടെ അസൈൻമെൻറ്റ് നമുക്ക് പോസിബിളായിട്ട് വരുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മളുടെ ഓരോ മെഷീൻസും പ്ലേസ് ചെയ്യേണ്ട പൊസിഷൻസിലേക്കുള്ള അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ലാസ്റ്റ് സ്പെഷ്യൽ കേസ് ഓഫ് അസൈൻമെൻറ്റ് പ്രോബ്ലം, ദാറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് റൂട്ട്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ നമ്മൾ പഠിച്ചത് എന്താണ്, റെസ്ട്രിക്ഷൻ അസൈൻമെൻറ്റ്സിനകത്ത് റെസ്ട്രിക്ഷൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഒബേ ചെയ്തുകൊണ്ട് എപ്രകാരം നമുക്ക് അസൈൻമെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിച്ചത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിരുന്നു. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഒരു സ്പെഷ്യൽ കേസായ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലവും ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു സബ് പാർട്ടായ അസൈൻമെൻറ്റ് പ്രോബ്ലമാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് നമ്മൾ പഠിച്ചത്. സോ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്താ നമ്മൾ പറഞ്ഞു, അത് LPP ആയിട്ടുള്ള കണക്ഷൻ നമ്മൾ പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, എന്ത് മെത്തേഡ് ഉപയോഗിച്ച് മോഡി മെത്തേഡൊക്കെ സാധാരണ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള 3 മെത്തേഡ്സ് എന്തൊക്കെയാണ്, നോർത്ത് വെസ്റ്റ് കോർണർ റൂള്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. എന്നിട്ട് കിട്ടിയ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ വെരിഫിക്കേഷനുള്ള മോഡി മെത്തേഡ് പഠിച്ചു. ആ മോഡി മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു, നമ്മൾ അവിടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലും 4 സ്പെഷ്യൽ കേസുകൾ പഠിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു, ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ, മാക്സിമൈസേഷൻ, പിന്നെ ബാക്കി 2 സ്പെഷ്യൽ കേസുള്ള 4 സ്പെഷ്യൽ കേസാണ് ടോട്ടൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനകത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ അസൈൻമെൻറ്റ് പ്രോബ്ലം എന്താ നമ്മൾ പറഞ്ഞു, അസൈൻമെൻറ്റ് പ്രോബ്ലം ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മളുടെ വ്യത്യാസം, ഡിഫറൻസ് നമ്മൾ വേണ്ട കമ്പാരിസൺ ഡിഫറൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം അസൈൻമെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സിനെ പറ്റി പറഞ്ഞു. അസൈൻമെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡായ ഹങ്കർ മെത്തേഡിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. ഹങ്കർ മെത്തേഡ് ഒരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലം നമ്മൾ ഡിസ്പ്ലേ ചെയ്ത കണക്ക് തന്നെ ഒരു കുറച്ചുകൂടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുന്ന ഹങ്കർ മെത്തേഡ് ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം 4 സ്പെഷ്യൽ കേസുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു, alternate solution നമ്മൾ പറഞ്ഞു, alternate solution, unbalanced solution, maximization solution and also prohibited roots. 4 കേസുകൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിനകത്തുള്ളത്. നമ്മൾ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ സെഷൻ്റെ ലെക്ചർ നോട്ട്സ് ആസ് എ ഹോം അസൈൻമെൻ്റ് ആയിട്ട് എഴുതി എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.